ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت. സഹോദരന്മാരെ, ഹിരിയകളെ, ഇന്നത്തെ ഈ ഒരു നാൾ വെച്ചിട്ട് കൂടെ അള്ളാഹുവിന്റെ ദീനിക്ക് സംബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട വിഷയം മനസ്സിലാക്കുകയ്ക്ക് നമ്മുടെ സഭ ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്വാലിഹായ അമലേക്ക് അള്ളാഹു ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇതിന് മുന്നൊരു ഒരു ക്ലാസ്സിൽ ഒരു ജനാസരെ സംബന്ധത്തിലുള്ള ചില വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു മുസ്ലിമായ വ്യക്തി മരിച്ചിട്ടായെങ്കിൽ ഹയാത്തിലുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം വിഷയത്തിക്ക് ആക്കമില്ലേ ചെന്നതിന് സംബന്ധത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ആ മരിച്ച സന്ദർഭത്തിൽ ഹാജറുള്ള ആത്മാരാക്കമുള്ള വിഷയം, അതേപോലെ മയ്യത്തിരെ കുലിപ്പാട്ട് ಅದರ ವಿಷಯ, അതേപോലെ മയ്യത്തിരെ തക്ഫീനാക്കരെ കഫനാക്കരെ, ഈ വിഷയങ്ങൾ തിക്കരണങ്ങളെ കല്യ ക്ലാസ് ഞങ്ങൾ മനസ്സിലാക്കി. അതിന് പിന്നെ ഇനി രണ്ട് വിഷയം തിക്കരണങ്ങൾക്ക് മനസ്സിലാക്കില്ല. ഒന്ന് മയ്യത്ത് കൈത്തുള്ള നിസ്കാര, പിന്നൊന്നു മയ്യത്തിരെ ദഫനാക്കരെ സംഗതി. ഈ രണ്ട് വിഷയങ്ങൾ ഇതില് ഞങ്ങൾ സുപ്രധാനമായിട്ട് മനസ്സിലാക്കില്ല പോയിന്റ്. അതേപോലെ ഈ വിഷയത്തിൽ റായത്തില് ചാലത്തിലുള്ള ചില അനാചാര ഇതിനെ സംബന്ധത്തിൽ മാത്രമേ തിക്കര് സൂചന തരക്ക് ഉദ്ദേശിക്കര്. ഡീറ്റെയിൽ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയ ആവശ്യകത ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ പ്രസ്താവാക്കണം. അപ്പൊ ഇതിനെ ನಾನು കല്യ ക്ലാസ്സിലെ ചൊല്ലുന്ന ഇതുമായിട്ട് സംബന്ധപ്പെട്ട എല്ലാ വിഷയവും ഫർള് കിഫായത്തിൽ ബന്ധുണ്ട്. അതായത് മുസ്ലിം സമുദായത്തെ മേലിൽ സാമാജിക ബാധ്യത ಇತ್ತು. ಫರ್ಲ್ ಐನ್ ಚೆಂದೆಂಗೆ ಪ್ರತಿಯೊಂದು ವ್ಯಕ್ತಿಯು ಹಾಕೋಗುಲ್ಲದು. ಫರ್ಲ್ ಕಿಫಾಯ ಚೆಂದೆ ಮುಸ್ಲಿಂ ಸಮಾಜ ಒಟ್ಟಿಗೆ ಇತ್ತು ಹಾಕೋಗುಲ್ಲದು. ആരെ കുറിയാൽ ആക്കിയെങ്കിൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് മുക്തമാകും. അപ്പൊ അതിൽപ്പെട്ടതായിട്ടിക്ക് ഈ മയ്യത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയം. അപ്പൊ ഇതില് ഞങ്ങ കല്യ ക്ലാസ്സില് മയ്യത്ത് കഫനാക്കിയിട്ട് അതിനെ പൂർത്തിയാക്കിയിട്ട് അവിടെ എത്തിക്ക് ഞങ്ങൾ നിപ്പാട്ടി. ഇനിയിപ്പോ ഞങ്ങക്ക് മയ്യത്തിരെ നിസ്കാര എത്തിക്ക് ഒന്നും മനസ്സിലാക്കൂലേ. ഞങ്ങ കഫന്റെ വിഷയത്തിൽ മനസ്സിലാക്കിയോടെ ചില ರಾಯತ್ತೆಲ್ಲ ಪುರಿ ಆಲ್ಮಾರ್ ಎಕ್ಸ್ಟ್ರೈತ್ ಹಾಕ್ರೆ ಚಿಲದ್ರ ವಿಷಯತ್ರೆಲ್ಲ ಪ್ರಸ್ತಾಪ ಹಾಕಿದ್ದ. ഇനിയിപ്പോ മയ്യത്ത് നിസ്കാര ചെന്നത് ഇത് പള്ളിലാക്കാം, ഔത്തിൽ നിർവഹിക്കാം, ഓപ്പൺ എത്തുള്ള ഗ്രൗണ്ടിലും നിർവഹിക്കാം. മയ്യത്ത് നിസ്കാര പള്ളിയിൽ നിസ്കരിച്ച ശ്രേഷ്ഠമായത് അല്ലെങ്കിൽ പുറത്ത് നിസ്കരിച്ചെങ്കിൽ ശ്രേഷ്ഠ അല്ല, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല. അത് ഞങ്ങൾ മനസ്സിലാക്കില്ല ഒരു പോയിന്റ് ആയിട്ട്. പിന്നെ ഹനഫി മദ്ഹബിലു മയ്യത്തിരെ പള്ളിലുർക്കൊമ്പറോಗಿಲ್ಲ.
ಅದು ನಜಸ್ ಅಂತ ಐತಿಕ್ರೆ ಆಗಲೇ ಕನ್ಸೆಪ್ಟ್ ಹನಫಿ ಮದ್ಹಬ್ അങ്ങ് സാധാരണ മയ്യത്തരെല്ല പല്ലിരുള്ളകൊത്ത് നിസ്കരിക്കില്ല അങ്ങനെ പർത്ത് പല്ലിര പർത്തറിയിത്തിക്കര യാരെ നിസ്കരിപ്പാട്ട് അപ്പൊ അങ്ങനെ ഇസ്ലാമിലും അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല നമുക്ക് ഗൊന്തുണ്ടു ഒരു മുസ്ലിം ആയുണ്ട മയ്യത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തരാക്കിയിട്ടുണ്ട് വീണ്ടും മക്കത്തിൽ ഹറമുൽ പ്രതി ഓരോ വക്തുക്കും ജനാസ ബണ്ട് മയ്യത്ത് ബണ്ട് ജനാസ നിസ്കാരം അവിടെ നിർവഹിക്കപ്പെട്ടു അപ്പൊ ഏതായെങ്കിലും ഞങ്ങ മനസ്സിലാക്കുമ്പോൾ ഒരു വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മയ്യത്ത് നിസ്കാര ഔത്തുലു നിർവഹിക്കപ്പെടും ചില സന്ദർഭത്തിൽ ചിലപ്പോ എന്താ ഒരു ചെന്നെങ്കിൽ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ പല്ലില അല്ലെങ്കിൽ ചില ആള് ഒട്ടിക കൂട്ടുന്ന പോലത്തെ ഒരു മൈതാന പോലത്തെ ജാഗല ഒപ്പനെത്തുള്ള ജാഗല വ്യവസ്ഥ ആക്കണം അപ്പൊ ഈ മയ്യത്തിന് ഏറ്റവും മുട്ടത്തെ ആൾമാർ ഇപ്പൊ ഒരു ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ മക്ക അബ്ബ മരിച്ചിട്ടുണ്ടെങ്കിൽ മക്ക പെൺമക്ക അല്ലെങ്കിൽ പെഞ്ഞായി ഇങ്ങനത്തെ ആൾമാരെല്ലാം ഉത്തര അങ്ങെല്ലാം നിസ്കരിക്കണോട്ട് ആഗ്രഹിക്കാറ് ഒരു മോലുക്കും അവലെ അബ്ബരെ പേരിൽ അല്ല ഒരു പെണ്ണിങ്ങക്ക് അയിമരെ മാപ്പിളരെ പേരിൽ ഒരു നിസ്കരിക്കണു ചെന്ന ഒരു ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞങ്ങളെ രായത്ത് ചില മസാലെല്ലാം ഉണ്ട് ഫസ്റ്റ് ജമാഅത്ത് ಅದಕ್ಕೆ പെണ്ണിങ്ങ നേതൃത്വം കൊടുക്കുക തീരാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഇത് നമുക്ക് കാണുമ്പോൾ സാധ്യമല്ല ചെന്നെങ്കിൽ പ്രായത്തില് പെണ്ണിങ്ങളെ നിസ്കരിക്കുമ്പോ തടയിലുള്ള ചില പ്രവൃത്തി നമുക്ക് കാണുമ്പോൾ സാധ്യമാണ് അതിൽ പിറോടുള്ള ഇതെന്തൊരു ചെന്നെങ്കിൽ ഫസ്റ്റ് ജമാഅത്ത് അത് ആണിങ്ങെത്തിക്കൊണ്ട് നിർവഹിക്കപ്പെടക്കുള്ളേ അത് ഫർള് കിഫായത്ത് വേണ്ടി ആണിങ്ങ കൈത്തിക്കറ് അപ്പൊ അങ്ങനെ നിർവഹിക്കണു ചെന്ന ഒരു കൺസെപ്റ്റിൽ നിന്നൈത്തിക്കറ് വേണ്ടി അപ്പൊ അത് അങ്ങനെ ഇല്ല ചെന്നെങ്കിൽ പെണ്ണുങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ ടൈമില് പള്ളിക്ക് പറക്ക അല്ലെങ്കിൽ നിസ്കരിക്ക് പാടരെ ആ ഗ്രൗണ്ടിൽ പറക്കുന്ന വ്യവസ്ഥിക്കില്ല അപ്പൊ ഔത്തുലങ്ക് പെണ്ണുങ്ങമേ ജമാഅത്ത് നിസ്കരിക്കാം അത് വിരോധിക്കപ്പെട്ട വിഷയമല്ല ഇനി ഈ മയ്യത്തിനെ ഞങ്ങൾ നിസ്കരിക്കൂ പള്ളിക്കും പോവാ അല്ലെങ്കിൽ എവിടെ നിസ്കരിക്കുക ആ നിസ്കരിക്കുന്ന ടൈമിലു ഈ മയ്യത്തിനെ ഞങ്ങൾ ഇപ്പൊ ഖിബ്ലത്തിക്ക് നേരെ ഞങ്ങളെ ബലത്തെ സൈഡ് തലവണ്ട പോലെ ഞങ്ങൾ മയ്യത്തിനെ വെച്ചിരിക്കുക മയ്യത്ത് നിസ്കരിക്കുമ്പോ ഈ മരിച്ച ആള് ആണ് ഉണ്ടായെങ്കിൽ ഇമാം നിൽക്കുന്ന തലര സൈഡിലെത്തിക്കോളും നിക്കോല്ല മരിച്ചത് പെണ്ണുണ്ടായെങ്കിൽ ഇമാം നിൽക്കുന്ന നടുവിലെത്തിക്കോളും നിക്കോല്ല ഇതൊന്നും ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം പിന്നെ സാധാരണ മയ്യത്ത് നിസ്കാര ചെന്നെങ്കിൽ സുജൂദ റുക്കുവ ഇല്ലാത്ത 4 തക്ബീർ മാത്രമുള്ള ഒരു നിസ്കാരം ചില വരതിൽ 5 തക്ബീർ ഉണ്ടല്ല അഭിപ്രായം വന്നത് മാത്ര ഏറ്റവും അഫ്ളലായത് ഏറ്റവും യാര ഉലമാക്കന്മാരെ സപ്പോർട്ടുള്ളതും 4 തക്ബീർ നിസ്കാരം എത്തിക്കും അപ്പൊ 4 തക്ബീർ ഞങ്ങിപ്പ മയ്യത്ത് നിസ്കാരത്തിക്ക് ഇമാമത്ത് കൊടുക്കുന്ന മയ്യത്തിന് ഏറ്റവും മുട്ടത്തെ ആൾമാരാവുന്ന വിരോധമില്ല ഇനി മയ്യത്തിന് ഏറ്റവും മുട്ടത്തെ ആൾമാർ നിക്കൊക്കെ അവിടെ ഇല്ലാണ്ടായെങ്കിൽ നല്ല അവിടുത്തെ നല്ല ഒരാൾ നിക്രയ്ക്കും വിരോധമില്ല ഇത് ഞങ്ങ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കും ഇനിയിപ്പോ മയ്യത്ത് ഞങ്ങ നിസ്കരിക്കുക മയ്യത്ത് നിസ്കരിക്കുമ്പോ 4 തക്ബീർ എത്തിക്കുന്നില്ലേ അതിൽ ഞങ്ങൾ ഫസ്റ്റത്തെ തക്ബീർ ചൊന്തു സൂറത്തുൽ ഫാത്തിഹ ഓതും രണ്ടാമത്തെ തക്ബീറിൽ പിന്നെ സ്വലാത്ത് ഞങ്ങൾ നിസ്കാരത്തിൽ ചൊല്ലേ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നത് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ചൊല്ല് തുടങ്ങുന്ന സ്വലാത്ത് മൂന്നാമത്തെ തക്ബീറിൽ പിന്നെ ഞങ്ങൾ ആക്കുള്ള വിഷയത്തിക്ക് മയ്യത്ത് കൈത്തുള്ള ദുആ ഇത് വേറെ വേറെ രീതിയിലുള്ള ദുആ ഹദീസിൽ വന്നത് അതിൽ ഏറ്റവും ഞങ്ങൾ യാര പഠിക്കുന്നതും അതേപോലെ ഞങ്ങൾ ചിലപ്പോൾ ഞങ്ങൾ ഇതിൽ ചുമത്താൽമാർ പഠിച്ചതായിട്ടുള്ള ദുആ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വആഫിഹി വഅക്രിം നുസ്ലഹു വവസ്സിഅ മദ്ഖലഹു ചൊന്തു സ്റ്റാർട്ട് ആവുന്ന ദുആ ആ ദുആ ഞങ്ങൾക്ക് ചൊല്ലാം അതല്ലാത്ത ദുആ വന്നത്
ഇല്ല ಅಂತಲ್ಲ. അതിന് പിന്നെ ഞങ്ങൾ നാലാമത്തെ തക്ബീർ ചൊല്ലാം. അപ്പൊ ഫസ്റ്റത്തെ തക്ബീറിൽ പിന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതിയ, രണ്ടാമത്തെ തക്ബീറിൽ പിന്നെ സലാത്ത് ചൊന്ന, മൂന്നാമത്തെ തക്ബീറിൽ പിന്നെ മയ്യത്ത് കൈത്ത് ഞങ്ങൾ ദുആർന്നു, നാലാമത്തെ തക്ബീറിൽ പിന്നെ എല്ലാ മുസ്ലിമീക്കും അതേപോലെ മയ്യത്തുക്കും ദുആർക്കണു ചെന്നതൈത്തിക്ക് അഭിപ്രായം. അതിലും ചില ദുആ ഞങ്ങൾക്ക് കാണക്കു സാധ്യം, ചില വറുതിയിട്ട് ಬಂದ ചില ദുആ, ആ ദുആ ഞങ്ങൾക്ക് അവിടെ ചൊല്ലാം. അപ്പൊ ആ ദുആ ചൊന്ന പോലെ ഞങ്ങൾ സലാം വീട്ടും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈ സലാം വീട്ടുന്നതിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഒരു സലാം വീട്ടെങ്കിൽ മീയാവ, ഒന്ന് വീട്ടെങ്കും മീയാവും. ഇനി രണ്ട് വീട്ടെങ്കിൽ അത് എന്തല്ല ബിദ്അത്ത് അങ്ങനെ എന്തോ അല്ല. അത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ്. ഒന്ന് വീട്ടെങ്കും മീയാവും. അപ്പൊ ഇതൈത്തിക്കര് മയ്യത്ത് നിസ്കാരത്തെ ഏറ്റവും ഷോർട്ട് ആയിട്ടുള്ള ഒരു രൂപം. പിന്നെ മയ്യത്ത് നിസ്കാരത്തെ മുന്നോലു മയ്യത്തിലെ വാരിസുദാരന്മാർ മയ്യത്ത് കൈത്ത് പൊറുക്കലിന് തേടൊക്കും. അതേപോലെ എന്തെങ്കിലും ഇടപാടെല്ലാം ബാക്കി ഉണ്ടെങ്കിൽ അതിനെ തീർക്കൊക്കെല്ലാം ചൊല്ലാറ്. അത് ചൊല്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്ത് നബിയുടെ മുന്നോലും ഒരു ജനാസ ബന്ധു നിസ്കരിപ്പാട്ടം ചൊന്ന നബി ഫസ്റ്റ് കേൾക്കുന്നത് എന്തെങ്കിലും കടബാധ്യത ഉണ്ടുണ്ട് കണ്ട നബിര അത് വാരിസുദാരന്മാരൊട്ടിಗೆ കേൾക്കറ്, ഇത് നിങ്ങക്ക് വീട്ടൊകാവുറ, അതല്ലെങ്കിൽ അങ്ക് വീട്ടൊകായില്ല മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ആരും കേൾക്കും നിങ്ങക്ക് ഇതിലെ വീട്ടൊകാവുറാണ്. അങ്ങനെ വീട്ടൊകാവാത്ത പരിസ്ഥിതി ഉണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്താവുറ നോക്കൂ, ഇല്ലെങ്കിൽ നബി ആ മയ്യത്തുക്ക് ഇമാമയത്ത് നിസ്കരിച്ചോണ്ടില്ല. അപ്പൊ ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് വെച്ചെങ്കിൽ മരിക്കിற മുന്നൊല്ലങ്ങളെ കടബാധ്യത ഇടപാടെല്ലാം ക്ലീൻ ആയിത്തിക്കോണം. മരിക്കിற മുന്നോൽ ക്ലീൻ ആയിത്തിക്കോണം ചെന്നെങ്കിൽ മരിക്കിറപ്പ ಗೊತ್ತಿಲ್ಲ, അപ്പൊ എല്ലാ നാളും ക്ലീൻ ആയിത്തേക്കോണം. മനസ്സിലായിത്തല്ലേ? അപ്പൊ മരിക്കിറപ്പ ഏതിട്ടെന്ന് ആരും ಗೊತ್ತಿಲ್ಲല്ലേ. മരിക്കിற മുന്നോൽ ക്ലീൻ ആയിത്തിക്കോന്ന് പറയാം എല്ലാ വർഷം കല്ലിത്തല്ല ഇടപാട് ക്ലീൻ ആക്കാണ്ടല്ല ഉദ്ദേശം. അപ്പൊ ഞങ്ങൾ എപ്പ ഏത് ടൈമിലും മരിക്കിற ಗೊತ್ತಿಲ್ಲ, ഞങ്ങൾ ഇടപാടെല്ലാം ക്ലീൻ ഇക്കോണം. ഞങ്ങളെ കൊടുക്കോ എടുക്കോ കൊല്ലതല്ല ഏറ്റവും ഞങ്ങളെ പെഞ്ഞ ഞങ്ങൾക്ക് മക്കൾക്കെല്ലാം ഗൊന്തിക്കോണം. ചില സലഫു സ്വാലിഹ്ങ്ങള ജാവ് അറങ്ങര മുന്നോലും അങ്ങനെ തലരടിയിൽ അണ്ടത്തെ ഫുള്ളും ഇടപാടെല്ലാം എഴുതി വെച്ചിട്ട് അങ്ങ് കിടന്നോണ്ടിന്നാറുള്ള ചില വറുതി കാണുന്നു സാധ്യം. ആ കിടത്തത്തിൽ ഇനി മയ്യത്തേത്ത് പോയെങ്കിൽ എല്ലാ ഇടപാട് തീർക്കണല്ലേ, അത് ഏറ്റവും പ്രാധാന്യപ്പെട്ട ഒരു വിഷയം. ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ചൊമ്മ ഇതിരെ ഹയാലാക്കാണ്ട് പോണ്ട ഗംഭീരമായിട്ടുള്ള ഒരു വിഷയം എത്തിക്കുന്നത് ഞങ്ങൾ ഹയാത്തിൽ ഞങ്ങൾ എല്ലാ ഇടപാട് ഞങ്ങൾ തീർത്തിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇനിയിപ്പ മയ്യത്തിനെ ഞങ്ങൾ മയ്യത്ത് നിസ്കാരം, ഇനി മയ്യത്ത് നിസ്കാരം ഇപ്പൊ മയ്യത്തിന് ഔത്ര ഞങ്ങൾ എടുത്തോണ്ട് പോകുമ്പോ മയ്യത്ത് കട്ടിലിട്ട് ഞങ്ങൾ സാധാരണ ഉപയോഗാക്കുക. അത് ഉപയോഗാക്കുന്നതിന് വിരോധമില്ല. പിന്നെ ചില ജാഗെല്ലാം ഉണ്ട് അതിന്റെ മേലൊരു പച്ച തുണി ഇടണം, അതേ ഇടണം, അങ്ങനെല്ലാം ഇല്ല. പിന്നെ മയ്യത്തിന് ഒരു ആദരിക്കുന്ന ചെന്ന നിലയിൽ മേലൊരു തുണി ഇട്ടിട്ട് പോവാം. വിശേഷമായിട്ട് സലഫു സ്വാലിഹ്ങ്ങളെ ചെന്നാൽ ഈ പെണ്ണിങ്ങളെ മയ്യത്തെല്ലാം പോകുമ്പോ കംപ്ലീറ്റ് കവർ ആക്കിയിട്ട് ചെന്ന് പെണ്ണിങ്ങളെ ആ തടിയുടെ ഷേപ്പെല്ലാം ഒരു പർത്ത് ഇതാവും തീരല്ല ഇസ്ലാം ഏത് ടൈമിലും. ഒരു മയ്യത്താകുമ്പോ അവിടെ കഫനാക്കി തിക്കറ് ആയെങ്കും എവിടത്തോളം ചെന്ന് ചില സലഫുനങ്ങൾ ചൊല്ലാറ് മയ്യത്ത് അടുക്കിற ടൈമിലും പെണ്ണിങ്ങളെ മയ്യത്ത് ഉണ്ടായെങ്കിൽ മേലൊരു ഇങ്ങനെ തുണി ഇങ്ങനെ പിടിക്കോറും. അത് ആ രായത്ത് അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ വന്നു എല്ലാ മയ്യത്തുക്കും പിടിക്കാറ്. അത് ആവശ്യകത ഇല്ല. ಗೊತ್ತಾಯ್ತಾ? ಅದು ಈ ರೀತಿಯಲ್ಲಿ ದಿಕ್ಕರ ಅದರ ಉದ್ದೇಶಿക്കപ്പെടും. അപ്പൊ ഈ മയ്യത്തിനെ ഞങ്ങൾ കൊപ്പുമ്പോ റായത്തിൽ ഒരു സമ്പ്രദായം ഉണ്ട്. ജോറില് ദിക്കറ് ചൊല്ല്, തഹ്ലീൽ ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതൊക്കെ അത് ഒരു ഞങ്ങളെ പോലത്തെ ആൾമാരെ കണ്ട അത് സൗണ്ട് അല്ല യാറാവക്കല്ലുള്ളൂ. അനലിക്ക് ഉടൽ അങ്ങനെ ഉണ്ടാകുന്നില്ല ഞങ്ങൾ റായത്തുണ്ടാകും. അപ്പൊ അത് ആ ദിക്കറ് ഒന്നും ഇല്ല അവിടെ ചെന്ന മയ്യത്ത് ഇങ്ങനത്തെ വിഷയെല്ലാം പോകുമ്പോ അതൊരു ഇബാദത്താവും. ഒരു ഇബാദത്തിൽ ഞങ്ങൾക്ക് പ്രൂഫ് വേണം ആക്കുന്നെങ്കിൽ. ഞങ്ങിപ്പ മഗ്രിബ് നിസ്കരിച്ച 4 റകഅത്ത് നിസ്കരിച്ചാണ് ഞങ്ങ ഇല്ലല്ലേ 3 എന്ത് കൊണ്ടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും പടിപാട്ടി ഞങ്ങൾക്ക് ടൈം ഉണ്ട് ഞായറാഴ്ച എന്ത് എന്തും ഇല്ല
ഇവിടെ ഒന്നും കിടപാടെന്തില്ല. ഒരു 5 റക്അത്ത് നിസ്കരിക്കുവാൻ നിയത്താക്കി നിസ്കരിക്കാമോ മഗ്രിബ്? അത് ഇബാദത്ത്. അത് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പഠിപ്പാട്ടി അതേപോലെ. അപ്പൊ അതേപോലെ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈമിൽ ഇങ്ങനെ ഒരു ദിക്റുണ്ട്, അത് ജോറാക്കി ചൊല്ലണു. ഇത് ദീനിലില്ലാത്ത വിഷയത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിൽ എത്രമാ സഹാബിമാരെ നബി ദഫനാക്കോ കുറ്റം പേര് ദഫനാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാത്തിൽ. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ നോട്ടാക്കുള്ള ഒരു സംഗതി തിക്കറ് റായത്തിൽ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ട്. അപ്പൊ ഇത് ഇല്ലാത്തത് തിക്കറ്. പിന്നെ ഒരു വേറൊരു വിഷയത്തിൽ ചെന്നെങ്കിൽ മയ്യത്തിരെ ഞങ്ങളെ റായത്ത് ചുമ്മ കാപ്പാട്ട ഒരു സമ്പ്രദായം. അതുപോലെ രണ്ടാമത്തേത് ഈ പൊറായത്ത്, എസ്പെഷ്യലി ഗൾഫിലെല്ലാം മരിച്ച ആൾമാരെ എത്രമാ 4 കണക്കിൽ വെച്ചിട്ട് പിന്നെ മയ്യത്ത് കൊമണ്ടി. ഇതെല്ലാം അത്ര നല്ല വിഷയമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പഠിപ്പാട്ടി തന്നെ അസ്രിഉ ബിൽ ജനാസ, ജനാസത്ത് നിങ്ങൾ ആയത്ര സ്പീഡ് ആക്കോറുണ്ട്. ജനാസത്ത് ആയത്ര സ്പീഡ് ആക്കോ. എസ്പെഷ്യലി പൊറായത്തെ ഒരു മയ്യത്ത് കൊമറുന്ന അവിടെ പേപ്പർ വർക്ക് അല്ലിക്കരുത്. അത് ഭയങ്കര ചില സങ്കീർണമായ ഇഷ്യൂസ് അല്ലിക്കരുത് പേപ്പർ വർക്കിൽ, മനസ്സിലായിട്ടല്ലേ? അതെല്ലാം ശരീരത്തിൽ കിട്ടുന്നെങ്കിൽ ഒരു വാരം 1 തിങ്കളത്തോളം ബാക്കി ഒരു 1 വർഷത്തോളം ബാക്കി ഒരു മയ്യത്തെല്ലാം ഉണ്ടോട്ട് നാ കേട്ടത്. അത്ര നാളാ ഇതിൽ വെച്ച് തിക്കറ് ഫ്രീസറിൽ. അപ്പൊ അങ്ങനെല്ലാം ആക്കും തീരം. ആ മയ്യത്ത് ആൾമാരത്തെല്ലാം ആ വിഷയത്തിൽ സബർ എടുക്കണം. മയ്യത്ത് റായത്ത് ബന്നില്ല ചെന്നത് ആ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിക്ക് ദോഷമില്ല. ഒരു മയ്യത്ത് ഈ ദുനിയാവിൽ എവിടെ അടക്കപ്പെട്ടെങ്കും മയ്യത്ത് നല്ലതുണ്ടായെങ്കിൽ അള്ളാഹു അതിക്ക് രക്ഷ കൊടുക്കുക, മനസ്സിലായിട്ടാ? അപ്പൊ റായത്ത് ബറാത്തത് കൊണ്ട് ചിലർക്കുണ്ട് അത് ഞങ്ങളെ അബ്ബര കബർ ഈ കബർസ്ഥാനില്ല അതിന് മുട്ടമേ ആവണം. അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഇല്ല. ഞങ്ങൾക്ക് ഞങ്ങൾ റായത്ത് മറിച്ച് ഞങ്ങളെ സൗകര്യമുള്ള കബർസ്ഥാനത്തേക്കും പോവാം, അത് വേറെ. മാത്രം ഇങ്ങനെ പൊറായത്തെല്ലാം മറിച്ചെങ്കിൽ എസ്പെഷ്യലി ഗൾഫ് അവിടെ എല്ലാം നൈക്ക് പോയുടെ മറിച്ചെങ്കിൽ ഇങ്ങനെ ചുമ്മനാല് വീട്ടാക്കുവാട്ടത് നല്ല ഒരു വിഷയമല്ല. എന്തുകൊണ്ടും ഇത് ഞങ്ങൾ മനസ്സിലാക്കണം. ഇനി റായത്തായെങ്കും ഈ വിഷയം ഹയാലാക്കണം. റായത്ത് മറിച്ച മയ്യത്തിനെ ഗൾഫിൽ പണ്ടാൽ അങ്ങനെ ഇങ്ങനെ ചുമ്മ ലേട്ടാക്കുറാറ്, അതല്ല ബുടക്കുള്ള ഒരു വിഷയത്തിക്ക് റായത്തിന് ಬೇಗ ಹಾಕೊಂಡು ತಿಕ್ಕರು ഞങ്ങ മനസ്സിലാക്കുന്ന ഒരു പോയിന്റ്. ഇനി വേറൊന്ന് എന്തിനു ചെന്നെങ്കിൽ മയ്യത്തിന് ഞങ്ങ ഈ ഖബർസ്ഥാനത്ത് കൊമ്പോണ്ട, മയ്യത്ത് നിസ്കാരത്ത് ഖബർസ്ഥാനത്ത് കൊമ്പോണ്ട. പിന്നെ മയ്യത്തിനെ പ്രൈവേറ്റ് ആയിട്ടുള്ള ജാഗത്തിൽ അടുപ്പൊക്കെ തീരാം, അത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം. റായത്തല്ല എണ്ണപ്പെട്ട ആൾമാരല്ല എങ്കിൽ പ്രൈവേറ്റ് ಜಾಗಲಾಗ್ತದೆ. ಇನ್ನು ಮುಟ್ಟವೆನಿಂಗ್ ಒಂದು ತಿಕ್ಕು ಪೂರ ತಂಗಲ್ ಚೊಂದು. അപ്പൊ അതൊരു പ്രൈവറ്റ് ജാഗയിൽ തിക്കറ അടിക്കി അല്ലേ? അപ്പൊ അങ്ങനെ ഇസ്ലാമിൽ തീര ഖബർസ്ഥാനത്തിൽ തിക്കോണ് മയ്യത്തിനെ അടുക്കുമ്പോൾ. ഇനി ഈ മയ്യത്തിനെ ഞങ്ങൾ അടുക്കുമ്പോ സാധാരണ മയ്യത്ത് ഖബറിൽ വെക്കുമ്പോ 2 ടൈപ്പ് ഖബർ തിക്കറ് ഞങ്ങൾക്ക് കാണാൻ കിട്ടും. ഒന്നും ഗൾഫ് റായത്തലുള്ള പോലെ ലഹദ് ചെല്ലാൻ, അതൊരു ഇങ്ങനെ സെൽഫ് പോലെ, അത് ചിലപ്പോൾ നിങ്ങൾ നോക്കി തിക്കുവാറ്. അടിയിൽ ഒരു മയ്യത്ത് അത് അടുക്കാറ്, പിന്നെ അത് ക്ലോസ് ആക്കാറ്, അതിന് മേൽ. ഞങ്ങളെ റായത്ത് അങ്ങനല്ല. ഈ 6 അടി ഉദ്ധത്തില് ഗുലിച്ചിട്ട് അത് ഉൾഗത്തിൽ ചെറിയൊരു ഇത്, അതിന് മേൽ ഞങ്ങൾ കല്ല് സ്ലാബ് ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കാറ്. 2 ടൈപ്പിൽ മയ്യത്ത് ഞങ്ങൾ അടുക്കാറ്. അപ്പൊ ഞങ്ങളെ റായത്ത് സമ്പ്രദായം രണ്ടാമത്തെ ചൊല്ലുന്ന. അപ്പൊ അതിൽ ഞങ്ങൾ ഈ മയ്യത്തിനെ ഞങ്ങൾ ഖബർസ്ഥാനത്ത് കൊമ്പോണ്ട. ഖബർസ്ഥാനത്ത് കൊമ്പോയിൽ പിന്നെ ഞങ്ങൾ മയ്യത്തിനെ എങ്ങനെ ദഫനാക്കുക ചെന്നെങ്കിൽ ഖിബ്ല, അതായത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചൊല്ലുന്നത് ഖിബ്ല ഞങ്ങളെ ഈ സൈഡിക്ക് നിസ്കരിക്കേണ്ടായെങ്കിൽ ഇങ്ങനെ നിൽക്കരുത് മയ്യത്തിനെ ഗുലി. അപ്പൊ ഞങ്ങൾ മയ്യത്തിന് ഇങ്ങനെ വെക്കുമ്പോ തെല്ല് ഞങ്ങൾ ബലത്തെ സൈഡിക്ക് ചർച്ചിട്ട് ഇങ്ങനെ വെക്കറ. അപ്പൊ ഖിബ്ലത്തിക്ക് ഒരു ഫേസ് ആക്കിയ പോലെ ആവും. അങ്ങനെ തിക്കറ് ഞങ്ങൾ മയ്യത്തിനെ ഖബറിൽ വെക്കറ്. അപ്പൊ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിഷയം എന്താ വെച്ചെങ്കിൽ ഇപ്പൊ ഞങ്ങൾ മയ്യത്തിനെ വെക്കറ ആ ടൈമിലു ഈ ഇപ്പൊ ഞങ്ങൾ മയ്യത്തിന ഖബർക്ക് ഇങ്ങനെ വെക്കുമ്പോ ഖബർ മേലത്തെ ഖബർ തെല്ല് ബെല്ലിക്കറ്, അടിയത്തെ ഖബർ തെല്ല് സപ്പുറിക്കറ്. അപ്പൊ ഈ അടിയത്തെ ഖബർ സൈഡില് ഒരു 3-4 നിക്കറാറ്.
മനസ്സിലായില്ലേ? അവിടെ ആർക്കും നിക്കാം, മയ്യത്ര ആൾമാരെ നിക്കണു അങ്ങനെ എന്തില്ല, ആർക്കും നിക്കാം. ഇപ്പൊ ഞങ്ങ കല്യ ക്ലാസ്സിൽ ഈ കഫനാക്കുന്നതിന്റെ വിഷയത്തിൽ പഠിപ്പാട്ടിയുടെ ഈ മയ്യത്തിക്ക് ഞങ്ങ 3 ജാഗ കെട്ടി തിക്കറ അല്ലേ. ഒന്ന് തലരെ ഇതാക്കി വെച്ചു, പിന്നെ കാലരെ പറത്തല്, പിന്നെ നടുവിലൊരു കെട്ടിക്ക്. ഇപ്പൊ ഈ ഞങ്ങ ദഫനാക്കിന് മുന്നോളൂ ഈ 3 കെട്ടും ഞങ്ങ ഗിലിക്കോളൂ. അപ്പൊ ഈ ഗിലിക്കുമ്പോ ഒരു വിഷയം എന്താ വെച്ചെങ്കിൽ അപ്പമേ ഗിലിക്കൊണ്ടില്ല, ഞങ്ങ മയ്യത്തിക്ക് ഇങ്ങനെ ഇറക്കിയാൽ പിന്നെ ഗിൽച്ചെങ്ങിയാവും. മാത്ര ഈ നടുവിലു ഉള്ള ഇതുണ്ടല്ലേ നാടേച്ചല്ല, അത് ഗട്ടി ഇല്ലാത്തതുണ്ടായി ഞങ്ങ ഒരു ഗട്ടിര ഒരു തുണി നടുവിടോ. അപ്പൊ മയ്യത്ര ഇലിക്കൊക്കെ ബാരി സുലഭവും. ഒരു തട്ട പോലത്തെ എന്തെങ്കിലും ഒരു ഗട്ടിര സാമാന നടുവുക്ക് ഇടണം. ചിലപ്പോ നടുവത്തെ നാടത്ര വെയിറ്റ് താങ്ങുന്നതിക്കല സപ്പൂർത്തതൈത്തി. അപ്പൊ ഞങ്ങ മയ്യത്ര ഇങ്ങനെ ഇപ്പൊ ഉദാഹരണക്ക് ഞാൻ ഇതൊരു നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാട്ടെ. ഇതിപ്പോ ഒരു ഖബർ ഇങ്ങനെ നിക്കറല്ലേ ഖബർ. അപ്പൊ അതിങ്ങനെ എല്ലിത്ത് അದ್ರ ഉൾഗ ഉപ്പാസ് ഒരു ചെറിയ ഇതിക്കർ അದ್ರ ഉൾഗ ഇത്തിക്കർ ഞങ്ങ മയ്യത്ത് കൊമ്പൈത്ത് വെക്കർ. അപ്പൊ ഈ മേലത്തെ ഇതില് ഖബറില് ഒരു 3-4 ഇല്ഞ്ഞ് തിക്കറാറ്. അപ്പൊ ഇല്ഞ്ഞ എന്താക്കുക ഈ മയ്യത്ത് കൊമ്പൈത്ത് ഞങ്ങ മയ്യത്ര തല ഈ സൈഡിക്ക് വേണ്ട. ഇപ്പൊ ഇത് കിബിലാണ്ടായി അങ്ങനെ മയ്യത്ര ഞങ്ങ ഇലിക്കുമ്പോ ഒരു ദുആ ഉണ്ട്, അത് ചൊല്ലും. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിത്തിക്കറ് ദുആ. ഈ ദുആ ചൊന്തു ഞങ്ങ എന്താക്കണു മയ്യത്ര ഇലിക്കും. അവിടെ ചില ബിദഅത്തായ സംഗതി ಎಲ್ಲ ರಾಯത്ത് ആകൃതിയിട്ട് നമുക്ക് കാണാൻ സാധ്യമാണ്. അങ്ങനെ മയ്യത്ര 3-4 ഒരാൾ നടു ഇത് കിബിലാണ്ടായി അങ്ങനെ മയ്യത്ര ഞങ്ങ ഇലിക്കുമ്പോ ഒരു ദുആ ഉണ്ട്, അത് ചൊല്ലും. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിത്തിക്കറ് ദുആ. ഈ ദുആ ചൊന്തു ഞങ്ങ എന്താക്കണു മയ്യത്ര ഇലിക്കും. അവിടെ ചില ബിദഅത്തായ സംഗതി ಎಲ್ಲ ರಾಯത്ത് ആകൃതിയിട്ട് നമുക്ക് കാണാൻ സാധ്യമാണ്. അങ്ങനെ മയ്യത്ര 3-4 ഒരാൾ നടുവിൽ പിടിക്കരുത്, ജണ്ടാല് 2 സൈഡിൽ പിടിക്കാറ്. 3-4 ചന്തത്തിൽ പിടിച്ചെങ്കിൽ മയ്യത്ര ഇലിക്കാവും, ചന്തത്തിൽ ഇലിക്കാം. അങ്ങനെ മയ്യത്ര ഞങ്ങ ഈ ദുആ ചൊന്തിങ്ങനെ ഖബർക്ക് ഇലിക്കിറ. ഇലിച്ചിട്ട് എന്താക്കറ 3 കെട്ടും ഗിലിക്കിറ. നടുവിലൊരു കെട്ടിക്കറ്, തലരോടൊരു കെട്ടിക്കറ്, കാലിനോടൊരു കെട്ടി അതെല്ലാം ഗിലിച്ചിട്ട് ഈ നടുവുക്ക് ഞങ്ങ ഇങ്ങനെ പിടിക്കൊക്കെ വെച്ച ആ തുണിയെല്ലാം എടുത്തിട്ട് മയ്യത്ര തെല്ല് ബലത്തെ സൈഡിക്ക് തെല്ല് ചരച്ചിട്ട് ഞങ്ങ ഖബറിൽ വെക്കാം. വെച്ചൽ പിന്നെ ഞങ്ങ മേലത്തെ എന്താ കല്ല് വെക്കറ. അടിയത്തെ ഖബറ് അതൊരു ജണ്ടടി അടിയിക്കറല്ലേ. അപ്പൊ ഈ മയ്യത്ത് ഒരാളെത്ര ഉദ്ദ ഇങ്ങനെ ഗുലിബേನು ഉണ്ടೈತಿಕ್ಕರು സാധാരണ 6 അടി ഇട്ട് ഞങ്ങൾ ചൊല്ലത് 6 അടി ഖബറിൽ വെക്കറേറ്റ് സാധാരണ ഒരു മനുഷ്യരെ ഹൈറ്റ് 6 ഫീറ്റ് തോലൈത്തിಕ್ಕರು. അപ്പൊ അതിൽ ഉൾഗത്തെ ഇത് ഒരു 2-2.5 ഫീറ്റ് ഇക്കറ് അതിൽ വെച്ചാൽ പിന്നെ ഞങ്ങ മേലേക്ക് സ്ലാബ അല്ലെങ്കിൽ കല്ല എന്ത് വെക്കറ. അങ്ങനെ അത് വെച്ചിട്ടല്ല ആയാൽ പിന്നെ ഈ ഇത് ചൊപ്പ് വെക്കറേട്ടുണ്ട്, അത് മണ്ണ് പൂലാണ്ടിക്കൊക്കെ തിക്കറ് വെക്കറ്. ചില വിഷയം ഞങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സമ്പ്രദായമാണ്. ನಾನು ಕಲ್ಯ ವಾರ ಚೊಲ್ಲುമ്പോൾ ഒരു വിഷയം ಬಿಟ್ಟುವರಿ മറിച്ചോടെ ഈ ബയർക്കൊരു കോയിൻ വെക്കറിട്ടുണ്ട്. ഇതെന്തൊക്കെ ഇത് ഏതുദ്ദേശത്തില് ഈ മയ്യത്ത് ഇങ്ങനെ ബയർ പൊന്തി പറക്ക് തീരാൻ ചില ഈ എന്തെങ്കിലും ബൈത്തില ഏറെക്കുറയിൽ ഇന്ന മയ്യത്ത് ഉണ്ടായെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും ബയർ ഇങ്ങനെ പൊന്തി പറ ചാൻസ് ഉണ്ടിട്ടു ബൈത്തിന ಮೇಲೆ എന്തേ ഒരു വെയിറ്റ് വെക്കറേಂಟು ಅವರು അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ അത് ಇನ್ನೇಂಟು ಅದನ್ನ ಗೊತ್ತಿಲ್ಲ, അങ്ങനെ വെച്ചെങ്കിൽ താഴ്ന്നു പോണ്ടാണ്. അങ്ങനെ ഇന്നെങ്കിൽ എന്തേ ഒന്ന് വെക്കറതിക്ക് വിരോധമില്ല, അല്ലാണ്ട് അതൊരു കോയിൻ വെക്കറേസ് എന്നൊരു സമ്പ്രദായം. അതേപോലെ മയ്യത്ത് കട്ടിലെ 4 കാൽരടിയില് ഒരു എന്താ ഒരു പിഞ്ഞാനത്തില് തന്നി വെച്ചിട്ട് വെക്കറ്. ഇത് സമ്പ്രദായത്താക്കോ ഇല്ല, അല്ല മയ്യത്തിക്ക് എന്തെങ്കിലും സാധാരണ ഇങ്ങനെ വെച്ചെങ്കിൽ എന്താ എറുമ്പല്ല പറന്നിട്ട് ബറൂ ചൊന്ന അങ്ങനെ പേടിന്തെങ്കിൽ വെക്കാം. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കില്ല, അതേ എത്തിക്കുക. അപ്പൊ ഈ മയ്യത്ത് ഖബർക്ക് വെച്ചൽ പിന്നും ഞങ്ങ കല്ല് വെച്ചിട്ട് ചൊപ്പ് വെക്കറെന്തൊക്കെ ചെന്നെങ്കിൽ ആ മണ്ണ് എന്താക്കോ തീരാ
ഉൽഗബൂലത്തിൽ ഇപ്പൊ പ്ലാസ്റ്റിക് എല്ലാം ഉണ്ട്, അത് വെച്ചുവിടാ. അത് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മണ്ണിട സ്റ്റാർട്ട് ആക്കാം. 3 പിടി മണ്ണിടുന്നത് ഒരു സുന്നത്തൈത്തുണ്ട്. അത് ഞങ്ങളുടെ ആയത്ത് അവിടെ ഒരു ചെറിയൊരു ബിദഅത്തുണ്ട്. 3 പിടി മണ്ണിടും ഒരു ആയത്തോതിരാറ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ ചൊന്തുള്ള ഒരു ആയത്ത്. ഇത് സലഫ് സ്വാലിഹ്ങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഇതൈത്ത് ബന്തില്ല, സാബിത്തൈത്ത് ബന്തില്ല. ഇത് ഞങ്ങൾ മനസ്സിലാക്കുള്ള ഒരു വിഷയത്തിക്ക്. ഇപ്പൊ 3 പിടി മണ്ണിട്ടിട്ട് പിന്നെ ഞങ്ങൾ മയ്യത്തിരെ ಅದಕ್ಕೆ ಮಣ್ಣಿಟ್ಟಿತ್ತು ಭೂಮಿ ರ್ಯಾಂಟಿ ഒരു ചാണ്ട് ചെന്ന് ഒരു മനുഷ്യരെ ഈ ബെർലറെ കൊമ്പ ബെർലറ് ഈ ചെറിയ ബെർലറെ നടുവിൽ ഇങ്ങനെ വെച്ചെങ്കുള്ള ഹൈറ്റ് ഒരു ചാണ്ട് ചൊല്ലണം. ഹദീസിൽ പ്രത്യേകത്തിന് വിശ്വാസം വന്നിട്ട് ഒരു ഷിബിർ റാൻറ്റിയാറ വൈത്തകുത്തീരാണ്. പിന്നെ അതൊരു മയ്യത്ത് ഗൊന്താവു കല്ല് ബൈക്ക ജണ്ട് സൈഡില ഒരു ജണ്ട് അടയാള പോലെ ഒരു കല്ല്. പിന്നെ റായത്ത് ഇതിലെല്ലാം എന്താക്കിരാറ് ചെന്നെങ്കിൽ അതിലെല്ലാം ചില ബിദഅത്ത് എല്ലാം ആക്കിരാറ്. ഒന്ന് ഈ ഒരു മൈലാഞ്ചൊപ്പു അതെല്ലാം വെക്കര്. അതിലെ പെരോടി ഒരു ഹിന്നലുണ്ട്, അത് ഞാൻ എനിക്ക് ചൊല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇങ്ങനെ ഒരു മയ്യത്തിരെ മുട്ട പോയിന്നപ്പ ഒരു ജണ്ട് മയ്യത്ത് ഖബറിൽ അടിക്കൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ജണ്ടാല് ഖബറിൽ ശിക്ഷിക്കപ്പെടുறாரு. ഒരാള് നമീമത്ത് ചൊന്നയിന്നാല് ആൽമാരെ ಯಾರೊಬ್ಬರು ದೋಷನೆಲ್ಲ ಚೊಂದೈನಾಲ್. ജണ്ടാമത്താലി മൂത്തർ വീറ്റെങ് സമ ക്ലീൻ ആക്കാത്ത ആളുണ്ട്. അപ്പൊ അങ്ങ ശിക്ഷിക്കപ്പെട്ട ഉള്ളാറ് അങ്ങനെ നബി ഈത്ത പോലത്തെ ആ മടൽറെ ഒരു കണ്ടിങ്ങനെ വെച്ചിട്ട് അങ്ങനെ അത് അങ്ങ് വണങ്ങിരോടത്തോളം അങ്ങൊരു അതിൽ നിന്ന് രക്ഷ ഉണ്ട്. ഇത് ഞങ്ങൾ മനസ്സിലാക്കൂല. അത് ശിക്ഷിക്കപ്പെടാറുണ്ട്. നബിക്ക് വഹീല് ഗൊന്തൈത്ത്. അപ്പൊ ഞങ്ങ ഒരു മയ്യത്തിരെ മേലൊരു ഇത് വെച്ചപ്പോ ഞങ്ങൾ എന്തൊരു വിചാരിക്കണം, ആ മയ്യത്ത് ശിക്ഷിക്കപ്പെടേണ്ട അല്ലല്ലേ? അപ്പൊ ഞങ്ങൾക്കൊന്നും വഹിയില്ല. രണ്ടാമത്തത് ഞങ്ങൾ അങ്ങനെ വെച്ചുണ്ടായി മയ്യത്ത് ശിക്ഷിക്കപ്പെടേണ്ട ഒരു അവസ്ഥയുണ്ട്. മൂന്നാമത്തേത് അത് നബിക്ക് മാത്രമേ സീമിതത്തുള്ള പ്രത്യേകത. നബിക്ക് ചില പ്രത്യേകത ഉണ്ട്, അത് ആ മാൽമാർക്കില്ല. ഇതല്ലേ? അപ്പൊ ഞങ്ങളുടെ രാജ്യത്ത് ഇതൊരു സമ്പ്രദായത്ത്. ഇപ്പൊ ഒരു ഖബർസ്ഥാനത്തേക്ക് പോയെങ്കിൽ ഒരു കാട് പോയ പോലെ വരും. എന്ന് അത്ര മറ അവിടെ ബെല്ലി തിക്കറ് ആരും ഇത് എടുക്കപ്പെടില്ല. അപ്പൊ അത് ആ ഒരു സമ്പ്രദായം ഇല്ല അത് ആക്ച്വലി, മനസ്സിലായില്ലേ? പിന്നെ ഉള്ളത് ഇതൈ തിക്കറ് നാ ചൊന്നത് അതൊരു വിശേഷമായ അതൊക്കെ ചരിത്രം ഉണ്ട്. അതൈ തിക്കറ് അതിന്റെ കാരണം. അപ്പൊ ഇത് ഞങ്ങ മയ്യത്തിന് ഗൊത്താവക്ക് ജണ്ട് കല്ല് വെക്കറ ചെന്ന മുസ്ലിമീങ്ങളെ മയ്യത്ത് ഇത് ഞങ്ങ ആദരിക്കറല്ലേ. മയ്യത്ത് ഖബർസ്ഥാനത്തേക്കല്ല ഒരു 4 ಕಂಪೌಂಡ್ ಅಲ್ಲಿ ಇಟ್ಟು ತಿಕ್ಕೋಣು. ಸಾಧಾರಣ ಈ ಮಿರ್ಗ ನಾಯಿ പോലത്തെ ಮಿರ್ಗಲ್ ಅದ್ರೊಳಗ പോവാത്തെ പോലെ ഞങ്ങൾ ജാഗ്രത ആക്കണു. അതിൽ പോയി അവിടെ എന്തെല്ലാം ആക്കത് ബീറ്റിത്തല്ല അത് അങ്ങനത്തെ ഒരു വിഷയം ഞങ്ങൾ ജാഗ്രത ആക്കണം. പിന്നെ മയ്യത്ര മേൽ ഞങ്ങൾ ഒരു ಇನ್ನೊരു മയ്യത്ത് അടുക്കുക പോകുമ്പോ മയ്യത്ര മേൽ നടക്കരേ ഇങ്ങനത്തെ ഒരു വിഷയം എല്ലാം ആവുക തീരാ. അതെല്ലാം ഞങ്ങൾ ഹയാലാക്കുള്ള വിഷയത്തിക്ക് മയ്യത്ത് ചെന്ന് ഖബറിന്റെ മേൽ അത് നാ ചെല്ല അവിടേക്ക് എത്തിയിട്ടില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നൊരു നിങ്ങ ഇത് മയ്യത്ത് ഇതാക്കിയൽ പിന്നെ മയ്യത്ത് മറമാടിയൽ പിന്നെ നിങ്ങളെ സഹോദരക്ക് തസ്ബീത്ത് കൈത്ത് തേടൊരു. കാരണം ഇപ്പൊ ആ മയ്യത്ത് എന്താക്കപ്പെടു ക്വസ്റ്റ്യൻ ആക്കപ്പെടു. മലക്കരങ്ങ വന്ന് ക്വസ്റ്റ്യൻ കേൾക്കാറുണ്ട് ആ മയ്യത്തിനൊട്ടിക. അപ്പൊ ഞങ്ങളുടെ രാജ്യത്ത് കുറെ സമ്പ്രദായം ഉണ്ട്. ഒന്ന് പണ്ടിലെ ഉള്ള ഒരു സമ്പ്രദായത്തെ തൽക്കീൻ ഓതുരേണ്ട് ಎಲ್ಲ മറമാടിയൽ പിന്നെ ഒരു ഉസ്താദ് മയ്യത്തിരെ തലരവിടെ ഒരു കല്ല് വെക്കാറ്. ആ കല്ലിൽ വെച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻ ഇതാ ഇങ്ങനെ ഒരു ആൽബണ്ട് നിങ്ങളുടെ റബ്ബാറ് കേൾക്കുന്നുണ്ടല്ല അറബിൽ ഓതുരത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം പഠിപ്പാട്ടി കൊടുക്കൂല. ഹയാത്തിൽ ഒരു നിസ്കാരത്തുക്കും വരാത്തൊരു മനുഷ്യ മുസ്ലിമു ചെന്നല്ല ഖബർസ്ഥാനത്തിൽ അടുക്കാറ്. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യരെ മുട്ടം ഉസ്താദ് പോയി തോതി കൊടുക്കും. ഞങ്ങ ഈ നിന്റെ റബ്ബാറ് നിന്റെ ദീനേത് നിന്റെ ഇതെല്ലാം ഹയാത്തിലുള്ളെങ്കല്ലേ ചൊന്തു കൊടുക്കൂല്ലേ. പിന്നെ ഒന്നു അങ്ങനെ മയ്യത്ത് ഞങ്ങ ഖബർ മറമാടിയൽ പിന്നെ മലക്കരങ്ങ വന്ന് ക്വസ്റ്റ്യൻ കേൾക്കാറ് ചൊന്ന ഹദീസ് സഹി, അതിൽ യാതൊരു സംശയമില്ല. മാത്രം അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു തൽക്കീൻ ഓതി കൊടുക്കുന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല. സലഫു സ്വാലിഹ് ആരും ആക്കിയിട്ടില്ല.
ಇನ್ನು ನಬಿ ಚೊಂದ್ರೆ ನಿಂಗ ചോദിക്കപ്പെടുറ് ഖബറിൽ നിങ്ങ തസ്ബീത്ത് കൈത്ത് ആ ചോദിക്കുമ്പോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ആക്കുമ്പോ ഒരു മനസ്സിക്ക് ಗಟ್ಟಿ കിട്ടകೈത്ത് ആൻസർ കൊടുക്കുകೈത്ത് നിങ്ങ അള്ളാഹുരൊಟ್ಟಿಗೆ തേടൊരു നബി ചൊന്നരെ ಅದಕ್ಕೆ ವಿಶೇಷಮೈತಿಲ್ಲ ದುವಾ ನಬಿ ಬಡಿ ಪಾಟಿತ್ಲ ತಸ್ಬೀತ್ಗೆ ಅದು ಕೊರೆ ಕಿತಾಬುಲ್ ಬಂದ ಚಿಲ ದುವಾ ಐತಿಕ್ರು ನಿಂಗ ಪ್ರಸ್ತಾಪ ಹಾಕಿ ಅಲ್ಲಾಹುಮ್ಮ ಸಬ್ಬಿತ್ಹು ಇಂದ ಸುವಾಲ್ ಅಲ್ಲಾಹುಮ್ಮ ಅಲ್ಹಿಮ್ಹುಲ್ ಜವಾಬ್ ಅಲ್ಲಾಹುಮ್ಮ ಜಾಫಿಲ್ ഖബർ അൻ ജംബൈ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ ഈ ദുആ ചില ഹദീസിൽ ചില കിതാബിലല്ല ഈ മയ്യിത്തുമായിട്ട് ബന്ധപ്പെട്ട് ചൊല്ലുന്ന കിതാബിൽ ಬಂದೆ ಅದರ ಅರ್ಥ നല്ല ಅರ್ಥ ಐತಿಕ್ರು ಅಲ್ಲಾಹುಮ್ಮ ಸಬ್ಬಿತ್ಹು ಇಂದ ಸುಆಲ್ ಅಲ್ಲಾಹುವೆ ಕ್ವಶ್ಚನ್ ಹಾಕപ്പെടുന്ന ಟೈಮಲ್ಲೂ ಈ ಮಯ್ಯತ್ക്ക് ನೀನು ತಸ್ಬೀತ್ ഒരു സ്ഥിരತೆ കൊടുത്തു റബ്ബേ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് അല്ലാഹുവേ ഈ മയ്യത്ക്ക് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ആൻസർ കിട്ടുന്ന പോലെ ആക്കി റബ്ബേ അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ അല്ലാഹുവേ ഈ മയ്യത്രെ ഖബർ നീನು വിശാലമാക്കി കൊടുത്തു റബ്ബേ രണ്ട് സൈഡിലും അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു അല്ലാഹുവേ ഈ മയ്യത്ക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്തു റബ്ബേ അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ അല്ലാഹുവേ എല്ലാ രീതിയിലുള്ള കഷ്ടത്തിൽ നിന്നും ഈ മയ്യത്രെ നീನು സുരക്ഷാക്കി റബ്ബേ നല്ല ദുആ ഈ ദുആ നമുക്ക് അറബിൽ ദുആ ഇറക്കാം മാത്ര രായത്ത് അതിലും ഞങ്ങൾ ഒരു സമ്പ്രദായമാക്കി വെച്ചാൽ അങ്ങ് തൽക്കീന് ചെയ്ത സമ്പ്രദായമാക്കി വെച്ചാൽ ഞങ്ങൾ എന്താക്കുന്നത് തസ്ബീത്രെ ഇണ്ട് ഒരാൾ ജോറിൽ ചൊല്ലേ ബാക്കിയുള്ള അതിൽ ഏറ്റു ചൊല്ലേ ഇതും സലഫു സ്വാലിങ്ങളിൽ നിന്ന് ಬಂದದಲ್ಲ ഞങ്ങൾ ചൊല്ലണു ഇനി ഒരുത്തക്ക് അറബിയിൽ ചൊല്ലക്ക് ഗൊന്തില്ല ഒരു പാവപ്പെട്ട ഒരു മനുഷ്യ അയാൾക്ക് ഗൊന്തുള്ള ഭാഷയിൽ അള്ളാഹുരൊಟ್ಟಿಗೆ തേട ഈ അർത്ഥത്തിൽ അള്ളാഹു ഈ മയ്യത്ക്ക് സുബൂത്ത് കിട്ടുകൈത്ത് സുബൂത്ത് കൊടുത്തു റബ്ബേ ക്വസ്റ്റ്യൻ ആക്കപ്പെടുമ്പോ ആൻസർ കിട്ടുന്ന പോലെ ആക്കിരുവ ആ അറബിൽ ദുആ ഇറക്കുന്നത് നല്ലത് അതിലൊന്നും സംശയമില്ല മാത്ര ഇങ്ങനെ ഒരു കൂട്ടമൈത്ത് ബൊബ്ബ ആക്കിത്തൊരു ദുആ ചൊന്നത് ചിലപ്പോ എന്താ ഒരു ചെന്നെങ്കിൽ ഒരാള് ഒരു ഇതിൽ തുടങ്ങിട്ട് ലാസ്റ്റ് ആ മനുഷ്യരുടെ ഇപ്പൊ ആറ് നിപ്പാട്ടിനെ കൊണ്ടാവല്ലോ അവർക്ക് നിപ്പാട്ടി ആവത്തില്ല അവർ ആ നീയത്തെ പോയിത്ത് മയ്യത്തോടുള്ള എന്തും ഇഖ്ലാസ് വേണല്ല മയ്യത്ത് അപ്പൊ അങ്ങനെ ഈ തിക്കറ് റായത്ത് നടപ്പാട്ടപ്പെട്ടു ഇത് അതുകൊണ്ട് ഇത് ജോറിൽ ബൊബിട്ട് ചൊല്ലതായ ഒരു ഏർപ്പാടല്ല ചൊല്ലണു തസ്ബീത്ത് ഞങ്ങ മയ്യത്ത് കൈത്ത് തേടണു ഞങ്ങൾക്ക് എത്ര നേരം ആവും അത്ര നേരം തേടാം അതിൽ പിന്നെ ഈ തിക്കറ് ഞങ്ങൾ അവിടുത്തെ മടങ്ങി അപ്പൊ ഇത്തരം ഞങ്ങൾക്ക് ഒരു ഇതായിട്ട് കാണും ഇതിൽ ഇനി ഇനൊരു വിഷയം എന്താ റായത്ത് വേറൊരു സമ്പ്രദായം മയ്യത്തിരെ അവിടെ ഒരു മാർബൽ കല്ലില് മയ്യത്തിരെ പേര് ജനനായ വർഷ മരിച്ച വർഷ ആലാറ് ഏത് സ്ഥാനത്തിൽ ഇന്നാല് ഇങ്ങനെ എഴുതി വെക്കരുത് ഇതെന്തും ആവശ്യമില്ല അത് ആവശ്യമില്ലാന്ന് മാത്രല്ല അത് ആക്കുക തീര കാരണം ആ മയ്യത്ത് ഏതിട്ട് അറിയപ്പെടുക തീര പിന്നെ അതിൽ പല രീതിയിലുള്ള ഇതും പണ്ട് അങ്ങനെ എത്തിക്കരുത് ഇപ്പൊ നിങ്ങ ഹജ്ജ് ഉംറത്തുക്ക് പോയെങ്കിൽ ലിക്കുവാറിത് ചുമലിക്കല് മദീനത്തിൽ പോയെങ്കിൽ മദീനത്തെ പല്ലിരെ പറത്ത് അപ്പുറം ഒരു ഖബർസ്ഥാനുണ്ട് ജന്നത്തുൽ ബഖീഉൽ ഗിർഖദ് ഉണ്ടൈത്തിക്കുന്ന അതിന്റെ പേര് ജന്നത്തുൽ ബഖീൻ ചൊല്ലാറ് അത് അല്ല സമല്ല ബഖീഉൽ ഗിർഖദ് ബഖീ ചൊല്ലാറ് ബഖീ ഖബർസ്ഥാനാണ് ആ ഖബർസ്ഥാനത്തിൽ ചുമ സഹാബിമാരെ ഖബറുണ്ട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖബറുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഖബറുണ്ട് എണ്ണപ്പെട്ട ചുമ സഹാബിമാരെ ഖബറുണ്ട് ഏതെങ്കിലും ഒരു ഖബർ ഇന്ത്യ ആരെ ഖബറുണ്ട് ഗൊന്തവറ ഇസ്ലാമിലെ ഏറ്റവും വലിയ ആൾമാരല്ല അങ്ങാ അവിടുത്തെ സൗദി ഗവൺമെന്റ്ക്ക് 10-30-40 ലാഖ് ആള് ഹജ്ജിಗೆ ಬಂಡೆಂಗಲೆ ಸುಧಾರಿಕೋಗ ಅವರು ಅವುಡುಲ್ಲ ഖബറുಗೆ ಎಂದೇ ಒಂದು ಕೆಟ್ಟೋಗ ಅವಲ್ಲಿ ഫണ്ടില്ലേ ഉണ്ട് ആക്കില്ല ഇസ്ലാമിലില്ല അത് അപ്പൊ ഇസ്ലാമിൽ ഖബർ ബെല്ലവണു ചെറിയോണ്ട് ചൊത്ത് അറിയപ്പെടകു എന്തില്ല ഖബറുണ്ട് അറിയപ്പെടകു ഖബറുണ്ട് ഗൊന്താവക്ക് ഒരു ചാണ് വൈത്തിട്ട് ഒരു രണ്ട് സൈഡിൽ ഒരു കല്ല് വെക്കാം ഇത് ഖബർ ഐത്തിക്കറ് ഇത് സാധാരണ ഒരു ചവിട്ട പിടിക്കുള്ള ജാഗല്ല മേലെ ബിൽഡിംഗ് കെട്ടുള്ള ജാഗല്ല ഇതൈത്തിക്കറ് ഖബറുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ഇനിയൊന്ന് എന്താ വെച്ചെങ്കിൽ ചില വിഷയങ്ങൾ പണ്ട് ഇപ്പൊ ഞങ്ങളെ രാജ്യത്ത് 5-6 വർഷം മുന്നോട്ടും കോവിഡ് ചൊന്തുള്ള ഒരു ഇഷ്യൂ വന്നു ഇങ്ങനെ ചരിത്രത്തിൽ പല കാലത്തിലും പല വിഷയമെല്ലാം വന്നിറങ്ങനെ ഏതോ 100 വർഷം മുന്നോട്ടും ഈ ಕಾಲರ ಚೊನ್ನರು ಪ್ಲೇಗ್ ಚೊನ್ನರು ಸೀಕ್ ಬಂತಿತ್ತು ಅಲ್ಲ ಪಂಡಿತ ಆಲ್ಮಾರಲ್ಲ ಚಂದ್ರ
അപ്പൊ ഇതേപോലെ ഓരോരോ 4, 10, 20, 40, 50 ആളെല്ലാം മരിക്കും ഓരോ പ്രായത്ത്. അപ്പൊ ഈ ഇങ്ങനത്തെ ഒരു അള്ളാഹുര പരീക്ഷ എല്ലാം പണ്ട് ഞങ്ങളെ ഹയാത്തിൽ ഞങ്ങൾ ഒന്ന് കണ്ട അത് എന്തിനെ ನಂಗೆ ಗೊತ್ತಿಲ್ಲ ಅಲ್ಲಾಹು ಆಲಂ അതിന്റെ പേരല്ല അയങ്കും ഞങ്ങൾ കണ്ട ഒരു വിഷയ ഞങ്ങൾക്ക് പുറത്ത് കാണേണ്ടത് മാത്രമേ തിക്കർ നമ്പോക ಅವ್ರೆ. അപ്പൊ അതില് ഇങ്ങനെയുള്ള കൊറിയ അപ്പല്ല കൊറിയ റിസ്ട്രിക്ഷൻ എല്ലാം ഇತ್ತು ഒരു മയ്യത്ത് അടുക്കുന്നേട്ടായെങ്കിൽ ഇത്ര ആൾ മാത്രം സീമിತಿക്കോണം. പിന്നെ അത് കോവിഡ് ಬಂತು മരിച്ചാലിട്ടായെങ്കിൽ അതിന് മുട്ട ആർക്കും പോകില്ല. ആരോഗ്യ ഇലാഖೆ സൂചന കൊടുക്കുന്ന ആൾമാർ അത് ഫുൾ അങ്ങ ಅಂದ್ರೆ ഐസൊലേഷൻ ഇತ್ತು പോണു ഇങ്ങനെയുള്ള കൊറിയ. അപ്പൊ അത് ഞങ്ങൾക്ക് ഇസ്ലാം ಅದಕ್ಕೆ വിരോധം എന്തോ അല്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടു അങ്ങനെ സ്ഥിരീകരിക്കുന്ന സന്ദർഭത്തില് അങ്ങനത്തെ പ്രോട്ടോകോൾ എല്ലാം ഞങ്ങൾക്ക് സ്വീകരിക്കാം. അത് മയ്യത്ത് നിസ്കരിക്കുമ്പോ ഡിസ്റ്റൻസിൽ വെക്ക മയ്യത്ത്. അതേപോലെ ഖബറെടുക്കുന്നവരോട് എല്ലാ ആൾമാർക്ക് ഹാജരാവുന്ന പോലത്തെ പരിസ്ഥിതി ഇന്നില്ലെങ്കിൽ അതേപോലെ ആക്കാം. ഡീപ്പ് യാറാക്കുന്നുണ്ടല്ലെങ്കിൽ ആക്കാം. വിരോധിക്കപ്പെട്ട വിഷയമല്ല അത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്നെങ്കിൽ അവിടെ ഖബർ അടുക്കുമ്പല്ല ചില റെസ്ട്രിക്ഷൻ ഇക്കര് എല്ലാവരും അവിടെ കൂടെ ഇല്ല. അത് ഖബർ ഇരിക്കുമ്പോ ആറും ആ ഉൽഗത്തെ ഖബറിൽ ഇരിക്കോ ഇല്ല. അത് ഇങ്ങനെ എന്തെങ്കിലും ഒരു വലിയ അങ്ങനത്തെ പോലത്തെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് സ്ഥിരീകരിക്കപ്പെട്ടതുണ്ടായി ഞങ്ങൾക്ക് അതിന് ഫോളോ ആക്കാം. വിരോധമില്ല. അതേ തിക്കർ അങ്ങനത്തേത് ചില കാലത്തിലെല്ലാം ಬಂದಿರು മുസ്ലിം സമുദായം പരീക്ഷിക്കപ്പെട്ടു. അപ്പൊ ഞങ്ങളെ ഹയാത്തിലും ഒന്ന് ഞങ്ങൾ കണ്ട 2 വർഷമായിട്ട്. അപ്പൊ ആ ടൈമിൽ ഞങ്ങളെ മൊഹല്ലത്തിലുള്ള പല ആൾമാർ മരിച്ചിരാറ് ഇങ്ങനത്തെ വിഷയത്തിൽ മരിച്ചങ്ങട്ടുള്ളാറ്. അപ്പൊ അതായി തിക്കറ് അതേ വിഷയത്തില് ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ ഒന്ന്. പിന്നൊന്ന് എന്താ വെച്ചെങ്കിൽ ഈ ഖബർസ്ഥാനം ഇത് എന്താ ചെന്നെങ്കിൽ ഞങ്ങളെ മൊഹല്ലത്തിലുള്ള ഖബർസ്ഥാന ചെന്നത് അവിടെ അത് ചുറ്റിലും കമ്പൗണ്ട് ഇട്ടിട്ട് സംരക്ഷിക്കപ്പെടണം. എന്താ ചെന്നെങ്കിൽ ഖബർസ്ഥാന ചെന്നത് ആദരിക്കുന്ന അതിൽ മുസ്ലിമീങ്ങ ഖബറിൽ കിടക്കുന്ന ജാഗ എത്തിക്കരുത്. അപ്പൊ ആ ഖബർ ഞങ്ങ റെസ്പെക്ട് ആക്കുക ചെന്ന് എന്തരല്ല ഖബർ ആരാധിക്കരല്ല. ആ ഖബർ സിയാറത്താക്കൊണ്ടു സിയാറത്താക്കുക ಬಂಡಾರು. ഖബർ സിയാറത്ത് ഇസ്ലാമിന് സുന്നത്തായ ഒരു വിഷയത്തിക്കര്. ഇസ്ലാമിലെ ഫസ്റ്റത്തെ കാലത്തില് ഖബർ സിയാറത്ത് അനുമതി കൊടുത്തിട്ടില്ല. കാരണം അവിടെ ഇന്ന ഷിർക്കില് മുൽങ്ങി തിന്ന ഒരു സമുദായ അങ്ക് പിന്നും ഈ ഖബർ കാണുമ്പോ ഇതേ തിക്കർ അങ്ങനെ മനസ്സിൽ നെനപ്പ് വേണ്ടേ. അപ്പൊ അനുമതി കൊടുത്തിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു നിങ്ങൾക്കിപ്പ ഞാൻ അനുമതി തന്നോട്ടില്ല ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. നിങ്ങൾ അതിനെ പോയിട്ട് സിയാറത്താക്കൊരു നിങ്ങൾക്കത് ആഖിറത്തിന്റെ വിഷയത്തിൽ നെനപ്പാക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താ മനസ്സിലാക്കൂല്ലേ ഖബർ സിയാറത്ത് ഇസ്ലാമിലുണ്ട്. ഖബർ സിയാറത്ത് എന്ത് കാക്കരേ ഞങ്ങൾക്ക് ആഖിറത്തിന്റെ വിഷയത്തിൽ നെനപ്പാവും. ഇന്ന് ഞങ്ങൾ ഖബർ സിയാറത്ത് എന്തൊക്കെ പോണ്ടേ ദുനിയാവിന്റെ വിഷയത്തിൽ വിസ റെഡി ആവൂ, മോൾക്ക് പെണ്ണ് സെറ്റ് ആവൂ, ഔത്തുകു എന്തെങ്കിലും ഒരു കച്ചവട ഞങ്ങളെ രാജ്യത്തെ ഖബർ സിയാറത്ത് അതുക്കല്ലേ അവിടെ പോണ്ട. അത് എന്താ ആ ദർഗത്തേക്ക് പോണ്ട എന്തേ ഞങ്ങളെ മോൾക്ക് ഒരു പെണ്ണ് പൊതു സെറ്റ് ആവത്ത്, അതല്ലെങ്കിൽ നക്കൊരു വിസ സെറ്റ് ആവത്ത്. അതല്ല ഖബർ സിയാറത്ത് ചെന്നത് ആഖിറത്തിന്റെ വിഷയത്തിൽ നെനപ്പാവക്കുള്ള ഒന്നേറ്റിക്കര്. അതേപോലെ ഖബറിലുള്ള ദുആർക്കൊക്കെ എത്തിക്കര് ഞങ്ങൾ ഖബർ സിയാറത്തേക്ക് പോണ്ടേ. എന്തിനാ ദുആ എത്തിക്കര്? ഖബർ സിയാറത്തേക്ക് പോകുമ്പോൾ ദുആ അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ. മുഅ്മിനീങ്ങൈത്തുള്ള ആൾമാരെ ഈ ഖബറിൽ കിടന്നോട്ടുള്ളങ്ങ വരാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഇക്കട്ട് നങ്ങം ഉടക ബറകുല്ലങ്ങൈത്തിക്ര നിങ്ങൾക്ക് നങ്ങ ആഫിയത്തെ തേടിയോട്ടുള്ള അല്ലാഹുട്ടാണ്. അപ്പൊ ഈ ദുആ ഇത്തിക്ര മസ്നൂനായ ദുആ ഇത് നങ്ങ ചൊല്ലണം ഖബർ സിയാറത്ത് ടൈം. ഈ വിഷയെല്ലാം നങ്ങ പാലിക്കോണു. ഇതൈത്തിക്കര് ഖബർ ഇതും അതേപോലെ ദഫനാക്കുന്നതിന്റെ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ മനസ്സിലാക്കുള്ളതായ ചില പോയിന്റ്. ഇനി വേറെ കുറെ വിഷയങ്ങൾ ഞങ്ങളുടെ രായത്തിൽ കുറെ സമ്പ്രദായത്തിൽ ബന്ധതകളുണ്ട്, അതിൽ കുറെ ഇല്ലാത്തതുണ്ട്. അതേപോലെ ചിലത് ഞങ്ങ മയ്യത്ത് ചെന്ന നിലല് ഏതെല്ലാം ഞങ്ങൾക്ക് ആക്കുക അതേ തിക്കർ നാനികളെ ഒന്നല്ലോ പ്രസ്താപ്പാക്കി. വേറെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട സംശയമോ അതെന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കേൾക്കാം. ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയി തിന്നെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ പ്രസ്താപ്പാക്കാം ഇൻഷാ അല്ലാഹ്.
ആ ആ ആ. ಅನುಮತಿ ಉಂಟು ಅದು ಪೆಣ್ಣಿಂಗ್ ಅಂತಲ್ಲ ಇಪ್ಪ ஒரு ஆணிகளுமே மையத்து நான் அண்டே சொத்தின்னேன் ചിലപ്പ ഈ ഉഷാറില്ലാണ്ട് മരിക്കിരങ്ങ അങ്ങനെ തടിരെ വേറെ വേറെ ഭാഗത്തിൽ ബ്ലീഡിങ് ആയോണ്ടിരിക്കും അല്ലെങ്കിൽ ഈ ഗുഹ്യാവയവ ചിലരുടെ പ്രൈവറ്റ് പാർട്സിനോട് എന്തെങ്കിലും ലീക്ക് ആയോണ്ടല്ലിരിക്കും അങ്ങനെ കണ്ടെങ്കിൽ അവിടെ ദപ്പത്തിൽ കോട്ടൺ വെച്ചിട്ട് ഒരു തുണിയിൽ കെട്ട ಅದಕ್ಕೆ ವಿರೋಧಿಸಲ್ಪಟ್ಟ ವಿಷಯ ಅಲ್ಲ ಅದಲ್ಲಾಂటి ಪೆಣಿಗಲೆ ಕಫನ್ ಹಾಕುമ്പോൾ ಚಂದ್ರ 5 ತುನಿಲ್ ಕಫನ್ ಹಾಕೊಂಡು ಉಂಟು അതെ അത് ലാസ്റ്റ് വീക്കിൽ ചൊന്നുണ്ട് അങ്ങനെ ರಾಯത്ത് ഈ അതിലെ കിറ്റ് കേക്കും അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വേണ്ട ബട്ട് അത് ആവശ്യമില്ല 3 തുണി പിന്നെ ഈ പ്രൈവറ്റ് പാർട്ടറോടെ അവിടെ എന്തെങ്കിലും ഞങ്ങ കുൽച്ചൽ പിന്നും ചിലപ്പോൾ എന്തെങ്കിലും ബറക്ക് സാധ്യത ഉണ്ടു ചൊന്ന നിലയിൽ ഈ കോട്ടൺ എല്ലാം വെച്ചിട്ട് ഒരു തുണിലേന് കെട്ട പ്രൈവറ്റ് പാർട്ടറോടെ മനസ്സിലായിത്തല്ലേ അത് ಹಾಕಿಂಗೆ ನಲ್ಲೆ ಮಯ್ಯತ್ತಾಯ್ಲು പിന്നെ എന്ത് ಬರು എന്ത് ಬರಲ್ಲ ನಂಗೆ ಚೊಲ್ಲಸಾವಲ್ಲ ಅದರು ನಂಗೆ ಆದರಿಕಬಲ್ತ ഒരു ವಿಷಯല്ലേ പിന്നെ ಮೇಲಕ್ಕೊರು ಕಮೀಸ್ ಇಡ್ರದು ഇതില്ല മസ്നൂൻ ಐತಂದು ಬಂತಿಲ್ಲ മനസ്സിലായിತಾ 3 തുണി ಐತಿಕ್ಕರು ഉള്ളേ പിന്നെ അത് ഇട്ടെങ്കിൽ ರಾಯತ್ತಗಣ ಮಜ್ಬೂರ್ಲು ಕೊರಿಯಲ್ಲಿ ಇಟ್ಟು പോണ്ട് അത് ರಾಯತ್ತರ ಸಂಪ್ರದಾಯಕ್ಕೆ ಬಂದ ಸಬಲು അത് ഇട്ടത് പിന്നെ ഗലി മാത്ത കൊണ്ട് നിക്കണ്ട ഇട്ടൽ പിന്നെ മാത്ര മസ്നൂൻ ಐತುಲ್ಲದ ಅತ್ತರಮೇ ನಂಗ ಹಾಕುಂಬ ಅತ್ತರಮೇ ಹಾಕೋಗುಲ್ಲ അത് മയ്യത്ത് നോക്ക ಬಂದಕ್ಕೆ ವಿಶೇಷമായിട്ട് ಟ್ರೀಟ್ ആക്കുന്നില്ല തീരാ സ്വാഭാവിക ചെന്ന നിലയിൽ മയ്യത്തിര ഔത്തിൽ ഒരു 4 ഒരു തണ്ണീർ വ്യവസ്ഥ ആക്കിയിട്ട് ഇതെന്ത ഉദ്ദേശമല്ല ഈ വിശേഷമായിട്ട് ഞങ്ങൾ ರಾಯത്തുಂಡು മയ്യത്ത് എടുക്കുന്ന ടൈമിൽ ഒരു ഇത് ഈത്ത പോലെ കൊടുക്കുന്നത് അല്ല ഒരു കെട്ട് കൊടുക്കുന്നത് മയ്യത്തെല്ലാം അടുക്കി ಬಂದൽ പിന്നെ ഒരു ഔത്തൊരു ഇത് പത്തൊരു കെട്ടല്ല ഓരോ ರಾಯತ್ತು ഓരോ സമ്പ്രദായ ഇതല്ല ഇല്ല അത് ബിദഅത്ത് ഇതിൽ ಬಂದು ಕ್ಯಾಟಗರಿ ഔത്തുക്ക് ಬಂದಾൽ ഒരു തന്നി ഒരു തായ്ച്ചോറ് അതിന്റെ തന്നി കുടിച്ചിട്ട് ഇട്ടെല്ലാം ഒരു തന്നിര വ്യവസ്ഥ ആക്കിയതിൽ വിരോധമില്ല ഒന്നേതല്ലേ മരൽ തെക്കുന്നത് ഇദ്ദ അത് 4 ಟೈಪ್ ಇದ್ದ ಬಂದು ಅದು ಇದಕ್ಕೆ ರಿಲೇಟೆಡ್ ಅಲ್ಲ ಆಯಂಗು ಕನೆಕ್ಟ್ ಉಲ್ಲ ಸವನು 4 ಟೈಪ್ ಇದ್ದ ಚಂದಂಗೆ ಒಂದು ಜಂಡ್ ಟೈಪ್ ಅವರು ಒಂದು ತಲಾಕ್ ಐತ್ ಇದ್ದ ಬಂದು ಮಾಪ್ಲ ಮರ್ಚಿಲ್ಲೆಂಗು ತಲಾಕ್ ಅವರಲ್ಲಿ പിന്നൊന്ന് മാപ്പിള മരിക്കരുത് മാപ്പിള മരിച്ച ടൈം ജണ്ട് ടൈപ്പ് ഇദ്ದ ಬಂದು ഒന്ന് മരിക്കുന്ന ടൈമിലും ആ പെണ്ണി